എവിടേക്കെങ്കിലും പോകുമ്പോൾ നേരത്തെ ഇറങ്ങണമെന്ന് ഞാനും എൻ്റെ വീട്ടുകാരും വിചാരിക്കുമെങ്കിലും ഒന്നും നടക്കാറില്ല. ഞങ്ങൾ റെഡിയായി വരുമ്പോഴേക്കും വല്ലാതെ വൈകാറുണ്ട് മിക്ക യാത്രകളിലും. അതുപോലെ തന്നെയാണ് ഇന്നും. ഞങ്ങൾ രാവിലെ എണീച്ച് വീട്ടിലെ പരിപാടിയൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള സമയമായി. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. അവിടെ ഒരു സീ ഫുഡ് കിട്ടുന്ന കടയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെയാണ് ഇറങ്ങിയത് കേട്ടോ. അവിടെ കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും ഊണാണ് പറഞ്ഞത്. അമ്മയും ചേച്ചിയും അച്ഛനും ഒക്കെ ഊണ് പറഞ്ഞപ്പോൾ കുട്ടികൾ 2 പേരും ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അവർക്ക് അതില്ലാണ്ട് ഒരു കളിയില്ല. പുറത്തിറങ്ങിയാൽ പിന്നെ അവർ ഫ്രൈഡ് റൈസാണ് കഴിക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ ഒന്ന് ചട്ടിച്ചോറ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചട്ടിച്ചോറ് മേടിച്ചതാണ്. അതിൽ 4 കൂട്ടം ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓംലെറ്റ്, കണവ തോരൻ, കിച്ചടി, ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചട്ടിച്ചോറായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് നമ്മുടെ ചാല മാർക്കറ്റിലാണ്. തിരുവനന്തപുരംകാരുടെ ഫേമസ് ചാല മാർക്കറ്റിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അവിടെ എല്ലാം മിക്ക സാധനങ്ങളും നമുക്ക് ഒരുവിധം റേറ്റ് കുറച്ചിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വെച്ചിട്ട് പോയതാണ് അവിടെ. പക്ഷെ അന്ന് കുറേ കടകളൊക്കെ അവധിയായിരുന്നു. എന്താ അറിയില്ല, കുറേയൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഉച്ച സമയത്ത് നടന്ന് ഞങ്ങൾ ആകെ ഒരു ക്ഷീണിത അവസ്ഥയായി. എന്നിട്ടും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ബീച്ചിൽ പോവാണ്. കോവളം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി ഞങ്ങൾ പിന്നെ അവസാനം ചെന്നെത്തിയത് ആഴിമല ബീച്ചിലാണ് കേട്ടോ. ആഴിമലയാകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എത്തി. ഞങ്ങൾക്ക് പണി കിട്ടി ഗൈസ്. നമ്മൾ ആഴിമല എത്തിയിട്ടോ. ഇതാണ് ആഴിമല അമ്പലം. കോവളത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കോവളത്ത് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ ആഴിമല ഒരു ബീച്ചുണ്ട്, ആഴിമല അമ്പലം ശിവക്ഷേത്രമാണിത് കണ്ടോ. ആണ് ആഴിമല ശിവക്ഷേത്രം. വലിയ സ്റ്റാച്ചു ഒക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താഴേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. പാർക്കിങ്ങിന് സ്ഥലമില്ല പറഞ്ഞിട്ട്. ഇനി താഴെ ബീച്ചിൽ നിൽക്കണവർ തിരിച്ച് കയറി വന്നാലേ നമ്മുടെ കാർ അങ്ങോട്ട് ഇറക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. കണ്ടോ, പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ വണ്ടിയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. താഴേന്ന് വണ്ടികൾ കയറി വരുന്ന അനുസരിച്ച് ഇനി നമ്മൾ ഇറക്കി വിടുള്ളൂ. ഇതാണ് അമ്പലം. ഇതിൻ്റെ ഉള്ളിലാണ് ആ സ്റ്റാച്ചു ഉള്ളത്. അങ്ങനെ അവസാനം തിരക്കൊക്കെ കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യാൻ എനിക്ക് സ്ഥലമൊക്കെ കിട്ടി. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങുന്ന വഴിക്ക് കൈ നോക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ പറഞ്ഞു, മോനെ നിൻ്റെ കൈ കാണിക്ക്, ഭാവി ഞാൻ പറഞ്ഞു തരാം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛൻ മയങ്ങി. അയാൾക്ക് കാശ് കൊടുത്തിട്ട് അച്ഛൻ ഭാവി കേൾക്കുകയാണ് കേട്ടോ. കുറേ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും രക്ഷപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ ആളുടെ കുറേ തള്ളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലേക്ക് പോയി. ഇപ്പോൾ പണ്ടത്തെ ബീച്ചൊന്നും അല്ല കേട്ടോ, ഭയങ്കരമായിട്ട് അവിടെ ഡെവലപ്പായിട്ടുണ്ട്. കുറേ കഫേയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇറങ്ങിപ്പോകുന്ന വഴിയും കുറച്ചൊക്കെ നല്ല വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാച്ചു കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറിയില്ല. ഉച്ചയ്ക്ക് നോണൊക്കെ കഴിച്ച കാരണം ഞങ്ങൾ പിന്നെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. പുറത്തെ ബീച്ചിൽ ജസ്റ്റ് ഇറങ്ങിയിട്ട് പോന്നു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ മണ്ണിൽ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പ്ലീസ് ഇത്തവണ മാത്രം ഒന്ന് പ്ലീസ് ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓക്കെ ഞാൻ കുറച്ചിറങ്ങിക്കോ, കാല് നനച്ചാൽ മതി എന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് ആൾ പോണത്. പണ്ടത്തെ പോലെ നല്ല ബീച്ചൊക്കെ നല്ല ഡെവലപ്പായിട്ടുണ്ട് ആഴിമല. കാരണം അവിടെ കുറേ ഹോഴ്സ് റൈഡും കാർ റൈഡും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതിൽ കുട്ടികളെ കയറ്റിയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ബീച്ചിലാണ് അവർക്ക് കളിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുറേ നേരം ബീച്ചിൽ നിന്നു. അവരവിടെ നിന്ന് കളിച്ചു. നമുക്ക് ഇവിടെ നിന്ന് വിഴിഞ്ഞ ഹാർബറൊക്കെ കാണാൻ പറ്റും കേട്ടോ. ദൂരേക്ക് നോക്കി ആ ലൈൻ കണ്ടോ, ബ്ലാക്ക് ലൈൻ പോലെ കിടക്കുന്നത്, അത് വിഴിഞ്ഞം ഹാർബറാണ്. പിന്നെ കുറച്ചൊരു ബൗണ്ടറി ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആളുകളെ വിടുകയൊന്നുമില്ല. എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ നല്ല പോലെ എൻജോയ് ചെയ്തു. അവർ മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു.
കാല് നനയ്ക്ക്. അതാ കാല് നനയ്ക്കും. നനയട്ടെ, അവിടെ നിക്കണം. നനയട്ടെ. അതാ അവിടെ നിന്നാ മതി, അപ്പൊ വരും. ചോറ് അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുന്ന വഴി അച്ഛൻ ഞങ്ങൾക്ക് ഷവർമ്മ മേടിച്ചു തന്നായിരുന്നു. വീടെത്തിയപ്പോൾ കുളിച്ച് ഫ്രഷായി ഷവർമ്മയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.